നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറടിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ കുടുംബം 24നോട് പ്രതികരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഐവിൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതാണെന്നും കുടുംബം പറയുന്നു. മുൻപ് പ്രശ്നങ്ങൾ ഉള്ളതായി ഒന്നും മകൻ പറഞ്ഞിട്ടില്ലെന്നും കുടുംബം. നെടുമ്പാശ്ശേരിയിൽ കൊല ചെയ്യപ്പെട്ട ഐവിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം. പക്ഷേ ഈ കുടുംബത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഈ പ്രതികരണം നമ്മൾ തേടുന്നത്. ഈ ഐവിൻ്റെ പിതാവാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എത്ര മണിക്കാണ് ഐവിൻ ഇവിടുന്ന് പോയത്? ഇവിടുന്ന് ഒരു 9:25, 9:30 സമയത്താണ് പോയത്. 10 മണിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാണ് പോയത്. പോയ വഴിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 12-17 ആയപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ കോൾ വന്ന് വണ്ടിയുടെ നമ്പർ ചോദിച്ചാണ്. കാറിനാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം രാത്രിക്ക് പട്ടിയുടെ ശല്യം അങ്ങനെ കാര്യങ്ങളുള്ളതുകൊണ്ട് അവൻ എന്നും കാറിനാണ് പോകാറ്. ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതാണ്. ബൈക്കിന് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായില്ല എന്ന് ഓർത്തുകൊണ്ട് ഡ്യൂട്ടിക്ക് എല്ലാ ദിവസവും തന്നെ നൈറ്റ് ഡ്യൂട്ടിയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് 12:15 വന്ന് അപ്പോൾ ഈ ഫോൺ നമ്പർ എന്നെ എയർപോർട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത് എന്താണ് സംഭവം എന്ന്. ഇങ്ങനെ വണ്ടിയുടെ നമ്പർ ചോദിച്ചിട്ട് ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ ആരാ ഓടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനാണ് ഓടിക്കണേ. എന്താണെന്ന് ചോദിച്ചില്ല. വണ്ടി വഴിയുടെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അവന് അവിടെ കിടന്നതിന് പെറ്റി അടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. 12:15 വിളിച്ചത്. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് അവൻ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, ഓഫായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ക്യാബ്സിൻ്റെ നമ്പറുണ്ട്, ക്യാബ്സിൻ്റെ നമ്പറിൽ വിളിച്ച് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അവൻ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല, അവൻ പോകുന്ന വഴിക്ക് എന്തോ ആരോണ്ടൊരു വാക്കുകൾക്കും ഉണ്ടായി, അതുകൊണ്ട് 10 മിനിറ്റ് ലേറ്റ് ആകുമെന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും മോൻ്റെ നമ്പറിൽ വിളിച്ചു. മോൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കണില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പട്രോളിങ്ങിന് പോയവർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. 3 പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച്. അപ്പോൾ അവർ അത് എൻ്റെ അടുത്ത് ഹൈഡ് ചെയ്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ക്യാബ്സിൽ വിളിച്ച് ഐവിൻ്റെ നമ്പറും വിളിച്ച് ക്യാബ്സിൽ വിളിച്ച് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് നെടുമ്പാശ്ശേരിയിലെ SI അവിടെ വന്നിരുന്നു, എന്നോട് അത്യാവശ്യമായിട്ട് LF ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം, അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും നേരത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെല്ലണ കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇതായി. കാരണം ഇത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എന്നെ അവിടെ വിളിച്ചിരുത്തി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു. അങ്ങനെയാണ് ഇതാണ് സംഭവിച്ചത്. ഈ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായതായിട്ട് ഐവിൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ വീട്ടിൽ ചിലപ്പോൾ അവൻ ഇച്ചിരി ഒച്ചെടുക്കുമോ ഞങ്ങളോട് ദേഷ്യപ്പെടുകയോ, അത് 1 മിനിറ്റ് നേരത്തേക്കുള്ളൂ, അത് കഴിയുമ്പോൾ തീരും. അങ്ങനെയാണ്. അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യരോടും ഒരു രീതിയിലും ഒരു ഇതുമില്ല. എന്തെങ്കിലും സഹായം ചെയ്യുന്നതല്ലാതെ. പിന്നെ പുള്ളി വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ആരെങ്കിലും ഇൻഡിക്കേറ്റർ ഇടാതെ വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ അവരോട് ഇങ്ങനെ കൈ കാണിക്കും എന്തെങ്കിലുമൊക്കെ. അങ്ങനെ നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പം ആൾ കുറച്ചുകൂടെ പക്വതയായപ്പോഴത്തേക്ക് 24 വയസ്സായി. അത്ര ആയപ്പോഴത്തേക്ക് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഉള്ളതല്ല ആളിന്. അല്പസമയം മുൻപ് ഞാൻ ഐവിനോടൊപ്പം ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. ചെറിയൊരു സുഹൃത്ത് വലയം, അതിനെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ, എല്ലാം സുഹൃത്തുക്കളോട് തുറന്നു പറയുന്ന ഒരാൾ എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലൊരു പ്രശ്നവും ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് സുഹൃത്തുക്കൾ പറയും. ഇവിടെ ആണെങ്കിലും ഇല്ല, വീട്ടിലാണെങ്കിലും ഇല്ല, പുറത്താണെങ്കിലും ഇല്ല. അവൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ കൂട്ടുകാരില്ല എന്നാണ് പറഞ്ഞത്. ഉള്ള കൂട്ടുകാരാണ്, അത് 4-5 പേരെ കാണുള്ളൂ. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. അവൻ അന്നേരം എന്നോട് പപ്പ ഇവർ കള്ളു കുടിക്കുന്നവരോ അങ്ങനത്തെ ഒരാൾക്കാരും അല്ല. ഇവിടെ ഒരു കുളമുണ്ട്, അവിടെ കുളിക്കാനായിട്ട് അവരിവിടെ മിക്കപ്പോഴും വരാറുണ്ട്, പോകാറുണ്ട്. ഈ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്.